എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനായുള്ള കീം റാങ്ക് പട്ടിക ഹൈക്കോടതി റദ്ദാക്കി. അപേക്ഷ ക്ഷണിച്ച സമയത്തെ വ്യവസ്ഥ പ്രകാരം പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാൻ കോടതി നിർദ്ദേശിച്ചു. പ്രോസ്പെക്ടസിൽ തിരുത്തൽ വരുത്തി റാങ്ക് നിശ്ചയിച്ചതാണ് പട്ടിക റദ്ദാക്കാൻ കാരണം. കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളെ ഉത്തരവ് ബാധിക്കും. പ്രവേശനം നീണ്ടുപോകാനും ഇടയാകും. CBSE സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളെ പുതിയ റാങ്ക് നിർണയ രീതി ദോഷകരമായി ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. കീം പ്രവേശന പരീക്ഷാ ഫലം ഹൈക്കോടതി അസാധുവാക്കി. വെയിറ്റേജ് മാറ്റിയത് നിയമപരമല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. യോഗ്യതാ പരീക്ഷയിലെ കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളിലെ മാർക്ക് അനുപാതം 1-1-1 എന്ന രീതിയിൽ പരിഗണിക്കുന്നത് മാറ്റി 5-3-2 എന്ന രീതിയിലാക്കിയിരുന്നു. വിദഗ്ധ സമിതി നൽകിയ ശുപാർശ അംഗീകരിച്ച് മാർക്ക് ഏകീകരണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകുകയായിരുന്നു. ഇതിനുശേഷമാണ് കീം ഫലം പ്രസിദ്ധീകരിച്ചത്. മന്ത്രി ഫലപ്രഖ്യാപനം നടത്തുന്നതിന് 1 മണിക്കൂർ മുൻപ് പ്രോസ്പെക്ടസിൽ മാർക്ക് സമീകരണ രീതിയിൽ മാറ്റം വരുത്തിയത് ഒരു തരത്തിലും നീതീകരിക്കാനാകില്ലെന്ന് ഹൈക്കോടതി വിമർശിച്ചു. പ്രവേശന നടപടികൾ ആരംഭിക്കാനിരിക്കെ ഹൈക്കോടതി വിധി വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട്. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ അപ്പീൽ പോകുന്നത് സർക്കാർ പരിഗണിക്കും. ഇനിയും അപ്പീൽ പോകാനുള്ള പ്രൊവിഷൻ ഉണ്ട്. നമ്മുടെ എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു ഫോർമുലയാണ് അവലംബിച്ചത്. കഴിഞ്ഞ വർഷം 35 മാർക്കിന്റെ വ്യത്യാസം വരാവുന്ന നിലയിലായിരുന്നു സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. അത് ഒരു കേരള ബോർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി ഫുൾ മാർക്ക് നേടിയാലും 35 മാർക്ക് അവർക്ക് കുറവ് കിട്ടുന്ന സ്ഥിതിയായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായത്. അതിനെക്കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാവർക്കും നീതി ഉറപ്പാക്കാവുന്ന ഒരു ഫോർമുലയിലേക്ക് എത്തിച്ചേർന്നത്. അത് ക്യാബിനറ്റിൽ കൂടി അംഗീകരിച്ചതിന് ശേഷമാണ് അത് നടപ്പാക്കിയത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിധി മുഖ്യമന്ത്രിയായും ക്യാബിനറ്റ് മറ്റ് മിനിസ്റ്റേഴ്സുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാമെന്നാണ് കരുതുന്നത്. പ്രോസ്പെക്ടസിൽ പ്രൊവിഷൻ ഉണ്ട് അതിന്. ഇത് കോടതിയിൽ ഇനിയും പോകേണ്ട കാര്യമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇനി കൂടുതൽ ഡീപ്പായിട്ട് പ്രതികരിക്കുന്നില്ല. ഇപ്പൊ പ്രഥമ പ്രതികരണം മാത്രമാണ് ഇപ്പൊ എനിക്ക് നൽകാൻ സാധിക്കുക. കഴിഞ്ഞ വർഷം വരെ കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ കീമിലെ മാർക്ക് ഏകീകരണത്തിൽ പിന്തള്ളപ്പെട്ടു പോകുന്നുവെന്ന പരാതി പരിഹരിക്കാനാണ് പ്രോസ്പെക്ടസ് മാറ്റിയത്. പുതിയ രീതി നടപ്പാക്കിയപ്പോൾ ഉയർന്ന റാങ്കുകാരിൽ കൂടുതലും കേരള സിലബസുകാരായി. ഇതിനെയാണ് CBSE വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്തത്. കേരള സിലബസുകാരുടെ പരാതി പരിഹരിക്കാൻ സർക്കാർ വൈകിയത് എഞ്ചിനീയറിംഗ് പ്രവേശനം താറുമാറാക്കാൻ ഇടയാക്കിയിരിക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ പേര് മാറ്റാമെന്ന് നിർമ്മാതാക്കൾ. സിനിമയുടെ പേര് വി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കും. സിനിമയിലെ ക്രോസ് വിസ്താര ഭാഗത്തുള്ള രംഗത്തിൽ ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്യും. റിവൈസ്ഡ് വേർഷൻ എത്തി 3 ദിവസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് നൽകുമെന്ന് സെൻസർ ബോർഡും അറിയിച്ചു. കേസിൽ ബുധനാഴ്ച വിധി പറയും. സെൻസർ ബോർഡ് ഇന്ന് രാവിലെയാണ് ഈ ഒരു പ്രപ്പോസൽ നമുക്ക് തന്നത്. സെൻസർ ബോർഡിന്റെ പ്രപ്പോസൽ പ്രകാരം ജാനകി എന്ന് പറയുന്ന ടൈറ്റിലിന്റെ കൂടെ ജാനകിയുടെ മുഴുവൻ പേരായിട്ടുള്ള ജാനകി വിദ്യാധരനോ അല്ലെങ്കിൽ അതിന്റെ ഇനീഷ്യലോ ജാനകി വിയോ അവിടെ വരുത്തണം. അതേപോലെ തന്നെ ജാനകി എന്ന് പറയുന്ന കോടതി രംഗത്തുള്ള ഒരു ഡയലോഗ് മ്യൂട്ട് ചെയ്യുകയോ മാറ്റുകയോ ചെയ്യണമെന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. ഞാനത് സിനിമയുടെ പ്രവർത്തകരുമായിട്ട് പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാം ഇവിടെയുണ്ട്. അവരായിട്ട് ചർച്ച ചെയ്തു. അവർക്ക് അതിനകത്ത് എന്താണ് ബുദ്ധിമുട്ടെന്നുള്ളത് ചോദിച്ചറിഞ്ഞു. അപ്പോൾ മെയിൻ ബുദ്ധിമുട്ട് വന്നത് ടൈറ്റിൽ മാറ്റുക എന്നുള്ളത് ചെറിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഈ ജാനകി എന്ന് പറയുന്ന ടൈറ്റിലാണ് ഈ സിനിമയുടെ എല്ലാ രീതിയിലുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസും നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ സമയത്ത് അത് മാറ്റുക എന്ന് പറയുന്നത് അത് സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അത് ചർച്ച ചെയ്തു. അത് 1:45 കോടതിയിൽ കേസ് വന്നപ്പോൾ ആ ടൈറ്റിൽ മാറ്റുന്നതിനെ കുറിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കോടതിയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ CBFCയുടെ അഭിഭാഷകൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റിലിൽ ഒരു ചെറിയ ഒരു ഇനിഷ്യൽ മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ ഏകദേശം 96 കട്ടുകളാണ് ആവശ്യപ്പെട്ടിരുന്നത്. അതിൽ നിന്ന് ഞങ്ങൾ മാറിയിട്ട് 2 ചേഞ്ചുകൾ മാത്രമാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടത് എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത് ഞങ്ങൾ ഒന്നും കൂടി ഇരുന്നപ്പോൾ അവർക്ക് അത് മാറ്റുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും മാറ്റാൻ സമ്മതിക്കണം. കാരണം ഞങ്ങൾ ഇതാണ് അഭിഭാഷകന്റെ പ്രതികരണം. അതേസമയം വിവാദത്തിൽ ഇപ്പോഴുണ്ടായത് സമവായമെന്ന് B ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇത് ജാനകിക്ക് വേണ്ടി മാത്രമുള്ള പോരാട്ടമായിരുന്നില്ല. ഭാവിയിൽ വരാൻ പോകുന്ന എല്ലാ സിനിമകൾക്കും വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പാണ്. ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ എന്തൊക്കെ പാലിക്കണമെന്ന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ വരട്ടെയെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു.
ആദ്യം നിർദ്ദേശിച്ചത് ഏതാണ്ട് 96ഓളം കട്ടുകളാണ്. പല സീനുകളും അപ്പാടെ കട്ട് ചെയ്ത് മാറ്റണം എന്നൊക്കെയുള്ള നിർദ്ദേശം ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ജാനകി എന്ന കഥാപാത്രത്തിൻ്റെ പേര് സിനിമയിൽ റീനെയിം ചെയ്യണം, പുനഃനാമകരണം ചെയ്യണമെന്നായിരുന്നു CBFCയുടെ നിലപാട്. ആ നിലപാടിൽ നിന്നൊക്കെ അവർ ബഹുദൂരം പുറകോട്ട് പോയി. അതിന് ഞാൻ ആ ചെറുത്തുനിൽപ്പിന് ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഇതിന് പണം മുടക്കിയ നിർമ്മാതാവ്, അദ്ദേഹത്തിൻ്റെ മേൽ എത്രത്തോളം സമ്മർദ്ദമുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. ഇതിൻ്റെ സംവിധായകൻ, അയാൾ എത്രയോ നാളായി ഈ സിനിമ പുറത്തിറങ്ങി കാണണം എന്നുള്ള പ്രതീക്ഷയിൽ കഴിയുന്ന ആളാണ്. ഇതിൻ്റെ വിതരണക്കാരൻ, ഇതിൻ്റെ നിയമപരമായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അവരെ തീർച്ചയായിട്ടും നേടിയിരിക്കുന്നത് ചെറിയൊരു വിജയമായി ഞാൻ കാണുന്നില്ല. ആജ്ഞ രവീന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഞാൻ നിരവധി തർക്കങ്ങൾ, വാദപ്രതിവാദങ്ങൾ, ഒടുവിൽ ഇതൊരു ധാരണയിലേക്ക് തന്നെ എത്തുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അഭിലാഷ്, ഇവരുടെ തന്നെ വാദിഭാഗത്തിന്റെ അഡ്വക്കേറ്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് സിനിമയുടെ റിലീസ് ഡേറ്റുമായി ബന്ധപ്പെട്ടും അത് OTT പ്രദർശനവുമായി ബന്ധപ്പെട്ടും ഡിലേ വന്നാൽ അത് അവരെ സാമ്പത്തികമായി ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഒരുപക്ഷെ സിനിമയുമായി ഈ തർക്കവുമായി മുന്നോട്ട് പോയാൽ വിജയിക്കാനുള്ള എല്ലാ സാഹചര്യവും അല്ലെങ്കിൽ വിജയിക്കുന്ന ഒരു കേസ് തന്നെയാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു ചില തടസ്സങ്ങൾ മുന്നിലുണ്ട്. ആ തടസ്സങ്ങൾ കൂടി പരിഹരിക്കേണ്ട, അതിനുവേണ്ടിയാണ് ഇതിന് ഈ നിയമ പോരാട്ടം നടത്തുന്നത് തന്നെ എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇത്തരത്തിലൊരു കോംപ്രമൈസിലേക്ക് പോകാനുള്ള ധാരണയായത്. സെൻസർ ബോർഡ് മുന്നോട്ട് ആദ്യം വെച്ചത് 96 കട്ടുകളാണ്. പക്ഷെ ഇവിടെ 2 നിർദ്ദേശങ്ങളാണ് പ്രധാനമായും. ഒന്ന്, ജാനകിയുടെ മുഴുവൻ പേരായിട്ടുള്ള ജാനകി വിദ്യാധരൻ എന്ന പേര് ഒന്നിൽ ജാനകി വി എന്നോ അതല്ലെങ്കിൽ വി ജാനകി എന്നോ ടൈറ്റിൽ ചേർക്കുക. രണ്ടാമത്തത്, ഈ റോക്കിസ്റ്റാർ സമയത്ത് ജാനകിയുടെ പേര് ഉപയോഗിക്കുന്ന ഭാഗങ്ങളിൽ മ്യൂട്ട് ചെയ്യുക എന്നീ 2 ആവശ്യങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത്. ആ 2 ആവശ്യങ്ങൾ രാവിലെ മുതൽ സെൻസർ ബോർഡ് കോടതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം രാവിലെയും ഉച്ചയ്ക്ക് 2 മണിക്കും ഈ കേസ് പരിഗണിച്ചപ്പോഴും സിനിമയുടെ അണിയറ പ്രവർത്തകർ, നിർമ്മാതാക്കൾ ഇത് ഹൈക്കോടതിയിൽ അംഗീകരിച്ചില്ല. അതായത് പേര് മാറ്റാൻ വരുന്നതിന്റെ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ അവർ ചർച്ച ചെയ്തിരുന്നു. ടീസർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേരിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് പേര് മാറ്റുക ബുദ്ധിമുട്ടാണ്. അതേസമയം മ്യൂട്ട് ചെയ്യാമെന്ന് എഗ്രി ചെയ്തത്. പക്ഷെ അതിൽ തന്നെ സെൻസർ ബോർഡ് പിന്നീട് ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് പേര് മാറ്റാമെന്നുള്ള ഒരു നിലപാടിലേക്ക് നിർമ്മാതാക്കൾ എത്തിയതും അതോടെ അവര് പേര് ജാനകി വി എന്നാക്കി മാറ്റും എന്ന് അറിയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ പേര് മാറ്റം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക്, അതായത് രാവിലെയും ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ഈ വിസ്താരത്തിൽ എടുത്തുന്ന സമയത്തും അങ്ങനെ ഒരു മാറ്റത്തിന് നിർമ്മാതാക്കൾ തയ്യാറായിരുന്നില്ല. പിന്നീട് ചിത്രത്തിൽ 1 മണിക്കൂർ 6 മിനിറ്റ് 45 മുതൽ, അതായത് 1 മണിക്കൂർ 8 മിനിറ്റ് 32 വരെയും അതുപോലെ 1 മണിക്കൂർ 8:33 മുതൽ 1 മണിക്കൂർ 8:36 വരെയുള്ള ഭാഗത്തും ജാനകി എന്ന പേര് ക്രോസിസ്റ്റാർ സമയത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് മ്യൂട്ട് ചെയ്യണം എന്ന് തന്നെയായിരുന്നു സെൻസർ ബോർഡിന്റെ നിർദ്ദേശം. ഈ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് കേസ് വീണ്ടും ബുധനാഴ്ച പരിഗണിക്കുക. ഇതിന്റെ വിധി ഉണ്ടാവുക ബുധനാഴ്ചയായിരിക്കും. എന്തായാലും 2 പേരെയും കോടതി കേട്ടിട്ടുണ്ട്. പക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനാവശ്യമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അങ്ങേയറ്റം വിചിത്രമായ വാദങ്ങളുമായിരുന്നു സെൻസർ ബോർഡ് ഇന്ന് കോടതിയിൽ വന്നത് ശ്രദ്ധേയമാണ്. കാരണം ക്രോസിസ്റ്റാർ സമയത്ത് അന്യമതസ്ഥനായ ആളാണ് ഈ ജാനകിയെ വിസ്തരിക്കുന്നത്. അത് മതങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കുമെന്നായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിനിമ, ജാനകി എന്ന് പറയുന്ന ഒരു പേരിന്റെ ഇതിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിനിമയുടെ നിർദ്ദേശം, സിനിമയ്ക്ക് പ്രദർശനാനുമതി തടഞ്ഞുകൊണ്ടുള്ള ഒരു നിർദ്ദേശം എന്തുകൊണ്ടാണ് ഇവർ മുന്നോട്ട് വെച്ചത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഇപ്പോഴും നൽകാൻ കോടതിയിൽ സെൻസർ ബോർഡ് വിശദാംശങ്ങളാണ് രവീന്ദ്രൻ നൽകിയത്. നിപ്പ ബാധിതയായി മരിച്ച മലപ്പുറം മങ്കട സ്വദേശിനിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 78-കാരിയുടെ മൃതദേഹം പരിശോധന നടത്താതെ വിട്ടുകൊടുത്ത സ്വകാര്യ ആശുപത്രിയുടെ നടപടി വിവാദത്തിൽ. നിപ്പ ബാധിതർക്ക് ഒപ്പം ICUവിൽ ഉണ്ടായിരുന്ന പരപ്പനങ്ങാടി സ്വദേശിനിയായ 78-കാരി ഇന്ന് രാവിലെയാണ് കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ചികിത്സയിലിരിക്കെ മരിച്ചത്. മൃതദേഹം വിട്ടുകൊടുത്ത സംഭവത്തിൽ ആശുപത്രിയുടെ വിശദീകരണം തേടുമെന്ന് DMO അറിയിച്ചു. കഴിഞ്ഞ മാസം 21-ാം തീയതിയാണ് പരപ്പനങ്ങാടി സ്വദേശിനിയായ 78-കാരിയെ ഹൃദയാഘാതത്തെ തുടർന്ന് കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇവരെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. മങ്കട സ്വദേശിനിയായ 19-കാരിയെയും 24-ാം തീയതി ഇവിടേക്ക് കൊണ്ടുവന്നു. 19-കാരിയെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവിടെ വച്ച് മരണശേഷം പോസ്റ്റ്മോർട്ടത്തിലാണ് നിപ തിരിച്ചറിഞ്ഞത്. 19-കാരി നിപ ബാധിതയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ ഹൈറിസ്ക് സമ്പർക്ക പട്ടികയിൽ ഈ 78-കാരിയും ഉണ്ടായിരുന്നു.
വെന്റിലേറ്ററിലായിരുന്ന അവർ ബുധനാഴ്ച പുലർച്ചെയാണ് മരിച്ചത്. മരണശേഷം എന്നാൽ നിപ പരിശോധന നടത്താതെ സ്വകാര്യ ആശുപത്രി അധികൃതർ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. സംഭവം അറിഞ്ഞ് ആരോഗ്യവകുപ്പ് ഇടപെട്ടപ്പോഴേക്കും മൃതദേഹം പൊതുദർശനത്തിന് വച്ചിരുന്നു. തുടർന്ന് DMOയുടെ നിർദ്ദേശപ്രകാരം മൃതദേഹം ഫ്രീസറിലേക്ക് മാറ്റി. നിപ പരിശോധനയ്ക്കായി മൃതദേഹത്തിൽ നിന്നും സാമ്പിൾ ശേഖരിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും അയച്ചിട്ടുണ്ട്. നിപ പരിശോധന ഫലം വന്ന ശേഷമാകും സംസ്കാര ചടങ്ങുകൾ. നിപ പരിശോധന നടത്താതെ മൃതദേഹം വിട്ടു നൽകിയത് സ്വകാര്യ ആശുപത്രി അധികൃതരുടെ വീഴ്ചയാണെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നു. നിപ പരിശോധനാ ഫലം വന്ന ശേഷമാകും തുടർ നടപടികൾ. ന്യൂസ് 18 മലപ്പുറം. കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ സർവകലാശാല ക്യാമ്പസിൽ കയറുന്നത് വിലക്കി വൈസ് ചാൻസലറുടെ നോട്ടീസ്. ഉത്തരവ് ലംഘിച്ച് ഓഫീസിലെത്തിയാൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. അവധിയിലായിരുന്ന ഡോക്ടർ മോഹൻ കുന്നുമൽ ഇന്ന് VCയുടെ ചുമതലയിലേക്ക് തിരികെ എത്തി. സർവകലാശാലയിലെ SFI സമരഗുണ്ടായിസം ആണ് എന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. സമരം ശക്തമായി തുടരുമെന്നും VCയെ തടയുമെന്നും SFIയും വ്യക്തമാക്കി. താത്കാലിക VCയുടെ ചുമതല ഒഴിയുന്നതിന് തൊട്ടുമുമ്പാണ് സിസ തോമസ് രജിസ്ട്രാർ അനിൽകുമാറിന് നോട്ടീസ് നൽകിയത്. സർവകലാശാല ക്യാമ്പസിൽ കയറുകയോ ഓഫീസ് സൗകര്യം ഉപയോഗിക്കുകയോ ചെയ്യരുതെന്നാണ് മുന്നറിയിപ്പ്. എന്നാൽ സസ്പെൻഷൻ പിൻവലിച്ചെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അനിൽകുമാറും ഇടത് സിൻഡിക്കേറ്റും. രജിസ്ട്രാറുടെ ചുമതല സിസ തോമസ് മിനി കാപ്പന് നേരത്തെ കൈമാറിയിരുന്നു. ഫലത്തിൽ ആരാണ് സർവകലാശാലയുടെ രജിസ്ട്രാർ എന്ന കാര്യത്തിൽ വലിയ തർക്കമാണ്. അധികാര വടംവലിയിൽ ദിവസങ്ങളായി സർവകലാശാല ഭരണം സ്തംഭനത്തിലും. ഇതിനിടെ റഷ്യയിൽ നിന്ന് തിരിച്ചെത്തിയ മോഹൻ കുന്നുമൽ VCയുടെ ചുമതല ഏറ്റെടുത്തു. ഗവർണറെ കണ്ട ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും. ഇനിയുള്ള നടപടികൾ കൂടിയാലോചനയ്ക്ക് ശേഷം മതിയെന്നാണ് രാജ്ഭവന്റെയും നിലപാട്. സർവകലാശാലയിലെ ഇന്നലത്തെ സമരത്തെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. ഇന്നലെ സമരം എന്ന പേരിൽ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ SFI നടത്തിയത് ഗുണ്ടായിസമാണ്. ആ ഗുണ്ടായിസത്തിന് സർക്കാരും പോലീസും കൂട്ടുനിന്നു. എന്തിനു വേണ്ടി ആർക്കെതിരായിട്ടാണ് ഇന്നലെ സമരം നടത്തിയത്? യൂണിവേഴ്സിറ്റികളിലേക്ക് ഇരച്ചു കയറി യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം മുഴുവൻ തടസ്സപ്പെടുത്തി അവിടെ ഉള്ള ജീവനക്കാരെ പലരെയും മർദ്ദിച്ച് അവിടെ പല ആവശ്യങ്ങൾക്കും വന്ന വിദ്യാർത്ഥികളെ മർദ്ദിച്ച് മുഴുവൻ തികഞ്ഞ ഗുണ്ടായിസമായിരുന്നു. പോലീസ് അതിന് കൂട്ടുനിൽക്കുകയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്ന UDF പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് തലക്കടിക്കുന്ന പോലീസും SFI പ്രവർത്തകർക്ക് ഗുണ്ടായിസം കാണിക്കാൻ കുടപിടിക്കുന്ന പോലീസും, ഈ രണ്ട് പോലീസിനെയാണ് കഴിഞ്ഞ ദിവസങ്ങളായി കേരളം കാണുന്നത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് SFI സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവുവൽക്കരിക്കാനും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ താറുമാറാക്കാനും കേരളത്തിൽ ഗൂഢമായ പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഗവർണർക്കെതിരെയും RSSന്റെ അജണ്ടയ്ക്കെതിരെയും അതിനെതിരെ പ്രതിഷേധിച്ച SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള സമരസഖാക്കളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ചു. നാളെ സംസ്ഥാന വ്യാപകമായി SFI പഠിപ്പ് മുടക്കാൻ തീരുമാനിക്കുകയാണ്. സർവകലാശാല ആസ്ഥാനത്തെ അക്രമ സംഭവങ്ങളിലും വൈസ് ചാൻസലർ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. നാളെ സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കുന്ന SFI രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. കേരള സർവകലാശാല രജിസ്ട്രാർ അനിൽകുമാറിന്റെ അവധി അപേക്ഷ വൈസ് ചാൻസലർ തള്ളി. ഇന്നു മുതൽ അനിശ്ചിത ദിവസത്തേക്ക് അവധി അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം. സസ്പെൻഷനിൽ ഉള്ള ഉദ്യോഗസ്ഥന് അവധി അനുവദിക്കാൻ ആകില്ല എന്ന് VC അറിയിക്കുകയായിരുന്നു. ഇതോടൊപ്പം SFI പ്രതിഷേധത്തിൽ സർവകലാശാല ആസ്ഥാനത്ത് നശിച്ച വസ്തുക്കളുടെ നഷ്ടം കണക്കാക്കാൻ VC യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് നിർദ്ദേശം നൽകി. നഷ്ടപരിഹാരം ബന്ധപ്പെട്ടവരിൽ നിന്നും ഈടാക്കണമെന്ന നിലപാടിൽ ആണ് VC. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ട്. അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ?
അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് കേന്ദ്ര നയങ്ങൾക്കെതിരെ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് സംസ്ഥാനത്ത് ഹർത്താലായി മാറിയതോടെ ജനം വലഞ്ഞു. KSRTC പണിമുടക്കില്ല എന്ന മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനവും വെറും വാക്കായി. ചുരുക്കം ചില ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തിയത്. പലയിടത്തും സമരാനുകൂലികൾ ബസ് തടഞ്ഞു. ജോലിക്കെത്തിയവർക്കെതിരെ ചിലയിടങ്ങളിൽ കയ്യേറ്റവുമുണ്ടായി. പുതിയ 4 ലേബർ കോഡ് കൊണ്ടുവരുന്നതടക്കം കേന്ദ്ര നയങ്ങൾക്കെതിരെ BMS ഒഴികെയുള്ള തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത പണിമുടക്ക് സംസ്ഥാനത്ത് പൂർണ്ണമാണ്. കടകൾ തുറന്നില്ല, സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല. ചുരുക്കം ചില ഓട്ടോകൾ ഒഴിച്ചാൽ സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. KSRTC സർവീസ് നടത്തുമെന്ന മന്ത്രി KB ഗണേഷ് കുമാറിന്റെ വാക്കുകേട്ട് യാത്ര പുറപ്പെട്ട പലരും പെരുവഴിയിലായി. ചുരുക്കം ചില സർവീസുകൾ മാത്രമാണ് KSRTC നടത്തിയത്. പണിമുക്ക് അറിഞ്ഞിരുന്നു, പക്ഷെ ഇവിടെ എത്തിയാൽ എന്തെങ്കിലും വഴി ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഹോസ്പിറ്റൽ കേസായതുകൊണ്ട് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അങ്ങനെ പോലീസ് ഇങ്ങനെ ചെയ്യുന്നെന്ന് പറഞ്ഞു. വളരെ ഉപകാരം. പോലീസിനെ വണ്ടി കിട്ടിയ ഗുണമായി. അയാൾ ആ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി പോവാണ് ഏറ് കിട്ടുന്നു. ഏറ് കിട്ടും, അതിന് തയ്യാറിൻ്റെ പോയാൽ മതി. പിന്നെ ഇങ്ങനെ ഡ്രൈവർ ഇറങ്ങി ഇവിടെ കണ്ടു. KSRTC ഓടുന്നു ഗണേഷ് കുമാർ തന്നെ പറഞ്ഞു. KSRTC എന്തായാലും ഓടുന്നു. ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാറിഞ്ഞാൽ അഡ്മിറ്റ് ആക്കിയതാണ്. അപ്പോൾ വീട്ടിലൊന്ന് പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരായി. കുട്ടീൻ്റെ വീട്ടിലും മദ്രസക്കൊക്കെ പോണ കുട്ടിയാണ്, അവിടെ ആക്കും ചെയ്യാൻ വിചാരിച്ചിട്ട് പോന്നത്. അപ്പോൾ മന്ത്രി പറഞ്ഞു ഇങ്ങനെ ബസ് ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഉറപ്പിൻ്റെ മുകളിൽ പോകുന്നത്. മിൽസ് ഹോസ്പിറ്റലിൽ നിന്നിട്ട് അവിടുന്ന് 50 രൂപയാണ് ഓട്ടോറിക്ഷയ്ക്ക്. പക്ഷെ ഞാൻ 100 കൊടുത്തിട്ടാണ് പോകുന്നത്. റിട്ടേൺ വാടക കിടക്കും. ഇവിടെ വന്ന് നോക്കുമ്പോൾ ബസ്സില്ല. എറണാകുളം സൗത്തിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള KSRTC സമരാനുകൂലികൾ തടഞ്ഞു. കോഴിക്കോട് പാവങ്ങാട് ഡിപ്പോയിൽ നിന്ന് സർവീസ് തുടങ്ങാൻ സമരക്കാർ അനുവദിച്ചില്ല. പോകാൻ ഞങ്ങൾ വില്ലിങ്ങാണ്. പോലീസ് പ്രൊട്ടക്ഷൻ തന്നാൽ ഇപ്പോഴും ഞങ്ങൾ പോകാൻ വില്ലിങ്ങാണ്. പോലീസുകാരെന്താ പറയുന്നത്? പോലീസുകാർ ഒന്നും പറഞ്ഞില്ല. പോലീസുകാർ വിളിച്ചിട്ട് അവരിവിടെ ഒന്ന് നിൽക്കുക ചെയ്ത് ബസ് തടഞ്ഞിട്ടിരിക്കുകയാണ്. തടഞ്ഞിട്ടിരിക്കുക, പോരാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ പ്രൊട്ടക്ഷൻ തന്നാൽ അന്നേരം ഞങ്ങൾ പോകും. കൊല്ലത്തും കാട്ടാക്കടയിലും KSRTC കണ്ടക്ടർമാർക്ക് മർദ്ദനമേറ്റു. അവരെ മർദ്ദിച്ചിട്ടുണ്ട് അതിനകത്തൊരാള്. അവരെ മുഖത്തടിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു നീളം കുറഞ്ഞൊരു വെളുത്ത ഒരാള്, നമ്മുടെ സ്റ്റാഫാണോ അല്ലയോ ഒന്നും അറിയത്തില്ല. നമ്മളെ വണ്ടിക്കകത്ത് കയറി അടിച്ചിട്ടുണ്ട് ഒരാള്. തല്ലിയെന്ന് പറഞ്ഞാൽ അവരിന്ന് പണിമുടക്കാൻ്റെ സർവീസ് നടത്താൻ പറഞ്ഞാൽ തല്ലിയത്. മൂവാറ്റുപുഴയിൽ KSRTC ബസിന് നേരെ സമരാനുകൂലികൾ കല്ലെറിഞ്ഞു. ദൃശ്യങ്ങൾ പകർത്തിയ പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ അനൂപിനെ സമരക്കാർ കയ്യേറ്റം ചെയ്തു. തിരുവനന്തപുരം വിതുരയിൽ സമരക്കാരുമായുള്ള വാക്കേറ്റത്തിനിടെ KSRTC ഡ്രൈവർ ബോധരഹിതനായി. ഹെൽമറ്റ് ധരിച്ചാണ് പത്തനംതിട്ട ഡിപ്പോയിലെ ഡ്രൈവർ ഷിബു തോമസ് ബസ് ഓടിക്കുന്നത്. കോഴിക്കോട് മുക്കത്ത് സമരാനുകൂലികൾ ബാങ്കും മിനി സിവിൽ സ്റ്റേഷനും അടപ്പിച്ചു. കൊല്ലം പത്തനാപുരത്ത് ഔഷധിയുടെ മരുന്ന് വിതരണ ഗോഡൌൺ പൂട്ടിച്ചു. കൊല്ലത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലെ ഗേറ്റ് തുറക്കാൻ അനുവദിക്കാത്തത് പോലീസും സമരക്കാരും തമ്മിൽ വാക്കേറ്റത്തിനിടയാക്കി. ചങ്ങനാശ്ശേരി ഹെഡ് പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനായ നീലം പേരൂർ സ്വദേശി വിഷ്ണുവിന് മർദ്ദനമേറ്റു. വണ്ടി
ഇറക്കണ്ടപ്പോ എല്ലാത്തിനെ കാറ്റ് വിടിയോട് ഇരിക്കുന്ന ബൈക്കിന് എല്ലാത്തിനെ കാറ്റ് വിടിയോട് പോസ്റ്റ്മാന്മാരുടെ ഗ്യാങ്ങിൽ ഇതിലേക്ക് വന്നു. ഇത് പോസ്റ്റ്മാന്മാരെയും ഭീഷണിപ്പെടുത്തി തിരിച്ചു വിട്ടു. അതുപോലെ അപ്പം ഞാനപ്പം ഇവർ പെട്ടെന്ന് ഓടിച്ചെന്ന് ഞങ്ങളുടെ എല്ലാം വണ്ടിയുടെ കാറ്റ് വഴി വിടാൻ പോവാണെന്ന് പറഞ്ഞു. കാറിൻ്റെ ഇവിടെ കിടക്കുന്ന മുഴുവൻ കാറിൻ്റെയും ബൈക്കിൻ്റെയും കാറ്റ് ഊരി വിട്ട് ചില്ലും എല്ലാം ഞങ്ങളിപ്പോൾ തന്നെ തല്ലി പൊട്ടിക്കുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്ക് ഞാനെൻ്റെ ഫോൺ എടുത്തു. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ ആരുടെ വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചു. എൻ്റെ ഫോണ് തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് എൻ്റെ നെഞ്ചിന് ചാടി ചവിട്ടി തലക്കിട്ട് ഒത്തിരി അടി അടിച്ചു. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ആർമിയുടെ വാഹനം തടഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് പണിമുടക്ക് അനുകൂലികളും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായത്. ആറ്റിങ്ങൽ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡ്യൂട്ടിക്കെത്തിയ അധ്യാപകന് മർദ്ദനമേറ്റു. കാസർഗോഡ് നീലേശ്വരം നഗരസഭയിൽ ജോലിക്കെത്തിയ NGO അസോസിയേഷൻ പ്രവർത്തകരായ 5 ഉദ്യോഗസ്ഥരെ സമരാനുകൂലികൾ പൂട്ടിയിട്ടു. പണിമുടക്കുന്നവരെ വെല്ലുവിളിച്ചാൽ പ്രതികരണമുണ്ടാകുമെന്നും ഇന്ന് പണിയെടുക്കാൻ പാടില്ലെന്നുമായിരുന്നു ഇടതുമുന്നണി കൺവീനറും CITU സംസ്ഥാന പ്രസിഡന്റുമായ TP രാമകൃഷ്ണന്റെ പ്രതികരണം. 5 മാസക്കാലത്തെ പ്രചരണത്തിന്റെ ഭാഗമായി എല്ലാ വിഭാഗം ആളുകളോടും ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ പണിമുടക്കുമായിട്ട് സഹകരിക്കും. അന്ന് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ പുറത്തിറങ്ങി. ഇതിപ്പോൾ ഇന്നലെ അർദ്ധരാത്രി തുടങ്ങി, ഇന്ന് അർദ്ധരാത്രി വരെ ഒരു ദിവസം എല്ലാവരും സഹകരിക്കണം. ഈ പണിമുടക്ക് സമരത്തെ തന്നെ വെല്ലുവിളിക്കത്തക്ക നിലയിൽ, പണിമുടക്കിനെ പരാജയപ്പെടുത്തത്തക്ക നിലയിൽ രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിലാളികൾ ഇക്കാലമത്രയും ഈ പണിമുടക്കിന് വേണ്ടി പ്രവർത്തിച്ച തൊഴിലാളികൾ ചെറിയ പ്രതികരണങ്ങൾ ഉണ്ടാവും. അത്രേ ഉണ്ടായിക്കുള്ളൂ. വേറെ ആക്രമണവും അതുപോലുള്ള സംഭവങ്ങളൊന്നും ഇതിന്റെ ഭാഗമായി. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് നടത്തിയ മാർച്ച് CITU ദേശീയ ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. അർദ്ധരാത്രി 12 മണിവരെയാണ് പണിമുടക്ക്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഭീകരവാദ കേസിൽ തടവിൽ കഴിയുന്ന തടിയന്റെ വിട നസീർ ഉൾപ്പെടെയുള്ള തടവുകാർക്ക് മൊബൈൽ ഫോൺ എത്തിച്ചു നൽകിയ സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. ജയിൽ ഡോക്ടർ നാഗരാജ്, ASI ചാൻ പാഷ, ഒളിവിലുള്ള പ്രതിയുടെ അമ്മ അനീസ് ഫാത്തിമ എന്നിവരെ ഇന്നലെയാണ് NIA പിടികൂടിയത്. ഇവരുടെ വീടുകളിൽ നിന്ന് ഡിജിറ്റൽ ഉപകരണങ്ങളും പണവും സ്വർണവും നിരവധി രേഖകളും പിടിച്ചെടുത്തു. തടിയന്റെ വിട നസീർ ഉൾപ്പെടെയുള്ള തടവുകാർക്ക് വഴിവിട്ട സഹായം നൽകിയ സംഭവത്തിലാണ് 3 പേരെ ദേശീയ അന്വേഷണ ഏജൻസി ഇന്നലെ അറസ്റ്റ് ചെയ്തത്. കർണാടകയിലെ 2 ജില്ലകളിലായി നടത്തിയ തെരച്ചിലിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. തടിയന്റെ വിട നസീറിന്റെ നേതൃത്വത്തിൽ ജയിലിനുള്ളിൽ തടവുകാർക്കിടയിൽ മതതീവ്രവാദം വളർത്താൻ ശ്രമം നടക്കുന്നുവെന്നാണ് NIAയുടെ കണ്ടെത്തൽ. ജയിലിലെ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ നാഗരാജ്, ASI ചാൻ പാഷ, തീവ്രവാദ കേസിൽ ഒളിവിൽ പോയ ജുനൈദ് അഹമ്മദിന്റെ മാതാവ് അനീസ് ഫാത്തിമ എന്നിവരാണ് അറസ്റ്റിലായത്. അറസ്റ്റിലായ പ്രതികളുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ വിവിധ ഡിജിറ്റൽ ഉപകരണങ്ങൾ, പണം, സ്വർണം, രേഖകൾ എന്നിവയും പിടിച്ചെടുത്തു. തടിയന്റെ വിട നസീർ ഉൾപ്പെടെയുള്ള ജയിൽ തടവുകാർക്ക് ഉപയോഗിക്കുന്നതിനായി നാഗരാജ് മൊബൈൽ ഫോണുകൾ ഒളിച്ചു കടത്തിയിരുന്നതായും അന്വേഷണത്തിൽ തെളിഞ്ഞു. നസീറിനെ വിവിധ കോടതികളിലേക്ക് എത്തിക്കുന്നതിന്റെ വിവരങ്ങൾ കൈമാറിയതിനാണ് ASI അറസ്റ്റിലായത്. സിറ്റി ആംഡ് റിസർവിലെ ASI ആണ് ചാൻ പാഷ. തടിയന്റെ വിട നസീറിന് വിവരങ്ങൾ കൈമാറുകയും ജയിലിൽ പണം എത്തിച്ചു നൽകുകയും ചെയ്തു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അനീസ് ഫാത്തിമയെ അറസ്റ്റ് ചെയ്തത്. 2023 പരപ്പന സെൻട്രൽ ജയിൽ കേന്ദ്രീകരിച്ച ലഷ്കർ-ഇ തോയ്ബയുടെ സ്ലീപ്പർ സെൽ നഗരത്തിൽ വിവിധയിടങ്ങളിൽ സ്ഫോടനം നടത്തുമെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. തടിയന്റെ വിട നസീറിന്റെ നേതൃത്വത്തിലായിരുന്നു ഇതെന്നും വ്യക്തമായിരുന്നു. കേസിൽ മറ്റു പ്രതികൾക്കായി അന്വേഷണം നടക്കുകയാണെന്നാണ് NIA വൃത്തങ്ങൾ നൽകുന്ന വിവരം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. UDFിൽ മുഖ്യമന്ത്രിയാകാൻ കൂടുതൽ യോഗ്യൻ താനാണ് എന്ന സർവേ ഫലം സംബന്ധിച്ച മാധ്യമ റിപ്പോർട്ട് പങ്കുവച്ച് ശശി തരൂർ. എക്സിലാണ് തരൂർ ഇത് സംബന്ധിച്ച മാധ്യമ വാർത്ത പങ്കുവച്ചത്. കൂപ്പുകൈ ഇമോജിയോടെ ആണ് തരൂരിന്റെ റീപോസ്റ്റ്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം തീവ്രമാണ് എന്നും മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ ശശി തരൂരാണ് എന്നുമാണ് കേരള വോട്ട വെബ് എന്ന സ്വകാര്യ ഏജൻസി വഴി നടത്തിയ സർവേയിൽ ഉള്ളത്. മുന്നണി മാറ്റ സാധ്യതകൾ കേരള കോൺഗ്രസ് തള്ളുമ്പോഴും ശ്രമം തുടരാൻ കോൺഗ്രസ്. ലയന സാധ്യതകൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് കോൺഗ്രസിന്റെ പുതിയ നീക്കം. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തി. മധ്യകേരളത്തിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ സാന്നിധ്യം അനിവാര്യമാണ് എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ.
കേരള കോൺഗ്രസ് പാർട്ടി ആലോചിച്ചിട്ടാണ് ഒരു തീരുമാനം 5 വർഷക്കാലം മുമ്പ് നമ്മളെടുത്തത്. പാർട്ടിയുടെ ഇപ്പോൾ ഒരു ചെയർമാൻ എന്ന നിലയ്ക്ക് നിങ്ങളെടുത്ത് ചരിത്രമെടുത്ത് പരിശോധിച്ച് നമ്മളൊരു നിലപാടെടുക്കുമ്പോൾ അല്ലെങ്കിൽ നിലപാടെടുത്തിട്ടുള്ളപ്പോഴൊക്കെ പൂർണ്ണമായ ചർച്ചകളും ഒരു കൺവിക്ഷൻ്റെ പുറത്താണ്. ആ നിലപാടുകൾ എപ്പോഴും മാറ്റാനുള്ളതല്ല. അപ്സ് ആൻഡ് ഡൗൺ ചിലപ്പോൾ ഉണ്ടായെന്നിരിക്കാം. പക്ഷേ ആ നിലപാടിൽ ഉറച്ചു തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. LDF വിടില്ല എന്നതാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ആവർത്തിച്ചുള്ള നിലപാട്. എന്നാൽ ജോസ് കെ മാണിയെ ഒപ്പമെത്തിക്കാനുള്ള നീക്കം തുടരാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ജോസ് കെ മാണി ഒപ്പമെത്തുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. ലയന സാധ്യത ഉൾപ്പെടെ പരിശോധിക്കാൻ PJ ജോസഫിന് KPCC നേതൃത്വം നിർദ്ദേശം നൽകിയതായാണ് സൂചന. ജോസ് കെ മാണി എത്തിയാൽ കടുത്തുരുത്തി സീറ്റ് നൽകേണ്ടി വരുമെന്നതാണ് കോൺഗ്രസിന് മുന്നിലുള്ള പ്രതിസന്ധി. മോൻസ് ജോസഫ് ഏറ്റുമാനൂരിലേക്ക് മാറേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ മോൻസിനെ ഇടതുപാളയത്തിൽ എത്തിക്കാനുള്ള നീക്കം CPM നടത്തുന്നുണ്ട്. മാണി C കാപ്പനിൽ നിന്നും സീറ്റ് ഏറ്റെടുത്ത് പാലായിൽ മത്സരിച്ചാൽ ജനങ്ങൾ കാപ്പനൊപ്പം വൈകാരികമായി വോട്ട് ചെയ്യുമെന്ന് ജോസ് കെ മാണി കരുതുന്നു. അതുകൊണ്ടുകൂടിയാണ് കടുത്തുരുത്തി എന്ന സാധ്യത തുറന്നിടുന്നത്. ഇടതുമുന്നണിയിൽ കൂടുതൽ സീറ്റ് കിട്ടുമെന്ന സമ്മർദ്ദതന്ത്രം ഇപ്പോഴും കേരള കോൺഗ്രസ് എം പയറ്റുന്നുണ്ട്. കാരണം അങ്ങനെ ചർച്ച പാർട്ടി നടന്നിട്ടില്ല. ഒരു മുന്നണി മാറ്റത്തെക്കുറിച്ച് ചർച്ചയില്ല. ഒരു അസംബ്ലി സീറ്റിനെ കുറിച്ച് ഇപ്പോൾ ചർച്ചയില്ല. അതൊക്കെ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം കൈക്കൊള്ളാൻ കെൽപ്പുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം പാർട്ടി. കേരള കോൺഗ്രസിന്റെ ഈ സമ്മർദ്ദതന്ത്രം UDF പ്രവേശനം കൂടി മുന്നിൽ കണ്ടുള്ളതാണെന്ന് കരുതുന്നവരുണ്ട്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റ് ചർച്ചകൾ മധ്യ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. G ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ലൈവ് at 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളവുമായി അനുശ്രീ ചേരും. നമസ്കാരം.